രാജ്യം കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ചിരുന്ന കാലത്ത് പാർട്ടിക്ക് വേണ്ടി പണി ചെയ്തിരുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ആരോഗ്യം നഷ്ടമാകുന്ന വേളയിൽ 5 വർഷം വാർദ്ധക്യകാല സുഖജീവിതത്തിനയക്കുന്ന ഒരു പദവി മാത്രമായിരുന്നു ഗവർണർ പദവിയെങ്കിൽ മോദി സർക്കാരിൻ്റെ കാലത്ത് ഓരോ ഗവർണർ നിയമനങ്ങൾക്ക് പോലും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പണ്ഡിതനായ ഒരു ദേശീയ മുസ്ലിം എന്ന പരിവേഷം കേരളത്തിൽ ഉപയോഗപ്പെടുത്താനാണ് ആരിഫ് മുഹമ്മദ് ഖാനെ മോദി കേരളത്തിലേക്ക് ഗവർണറാക്കി അയച്ചത്. ഏതാണ്ട് 3 വർഷമായി കേരളത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ മത്സരം തുടങ്ങിയിട്ട്. ഒരു ഗവർണറിന് ശരിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒരു മുസ്ലിം സ്കോളർ എന്ന നിലയിൽ പൗരത്വ ഭേദഗതി വിഷയത്തിൽ ഗവർണർ വിശദീകരണത്തിനിറങ്ങിയതാണ് പിണറായി സർക്കാരിനെ ആദ്യം ചൊടിപ്പിച്ചത്. അങ്ങനെ ഒരു വേദിയിൽ തന്നെ ഇടതുപക്ഷ ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് ഗവർണറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടും പിണറായി ഗവൺമെൻറ് അയാൾക്കെതിരെ കൃത്യമായ നിയമ നടപടി എടുത്തില്ല എന്നതിലാണ് ഗവർണർ തിരികെ പോരു തുടങ്ങിയത്. പിന്നീട് കുറേ കാലം സൗമ്യമായി പോവുകയും വിവിധ സർവകലാശാലകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി വീണ്ടും തർക്കത്തിലാവുകയും ചെയ്തു. പിന്നീട് ബില്ലുകൾ മടക്കി അയക്കലും വിശദീകരണം ചോദിക്കലുമായി കുറേ കാലം. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ സാമ്പത്തികമായി സഹായിക്കുന്നില്ല, ഞെരിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾക്ക് കൂടി ഗവർണർ മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോൾ സഹികെട്ട പിണറായി ഭരണകൂടം SFI, DYFI സംഘങ്ങളെ ഉപയോഗിച്ച് ഗവർണറെ പേടിപ്പിക്കൽ സമരങ്ങളും പ്രതിഷേധങ്ങളും തുടങ്ങി. അതിനെ രൂക്ഷമായി നേരിടാൻ ഗവർണർ കൂടി തീരുമാനമെടുത്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ കാണുന്ന തരത്തിൽ ഗവർണർ പോലീസിൻ്റെ പിന്നാലെ നടന്ന് അവരെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ കാണുന്ന BJP അനുഭാവികൾ സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം വരാൻ പോകുന്നു എന്ന് ആഘോഷിക്കുമ്പോൾ ഇടതുപക്ഷ അണികളാവട്ടെ മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ ഗവർണറെ പരിഹസിക്കുകയാണ്. ഗവർണർക്ക് കേന്ദ്രം ഇന്ന് നൽകിയ Z+ സെക്യൂരിറ്റിയെ RSSകാർക്ക് കൊടുക്കുന്ന സുരക്ഷയോട് ഉപമിച്ച പിണറായി എന്താ CRPF കേരളത്തിൽ കേസെടുക്കുമോ എന്ന് ഭീഷണി സ്വരത്തിൽ ചോദിക്കുന്നത് നിങ്ങൾ എന്തു വേണേലും ചെയ്തോ പിള്ളേരെ, സംസ്ഥാന ഗവൺമെൻറ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അവരുടെ അണികൾക്ക് നൽകുന്ന സന്ദേശമാണ്. തലസ്ഥാനത്തെ മുഖ്യമന്ത്രി ശിവൻകുട്ടി സോഡാ നാരങ്ങ വെള്ളം കുടിച്ചോ എന്നൊക്കെയുള്ള പോസ്റ്റുകളിട്ട് പരിഹസിക്കുന്നതും അവരുടെ അണികൾക്കുള്ള സന്ദേശം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയാം, വേണമെന്ന് വിചാരിച്ചാൽ ഇതേ ഗവർണർക്ക് ഇവിടെ രാഷ്ട്രപതി ഭരണം സാധ്യമാക്കാൻ കഴിയും. പക്ഷേ നെഹ്റു, ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലത്ത് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട് ഗവർണർ ഭരണം നടത്തിയതുപോലെ ഒരു ശീലം BJPക്കില്ല എന്നുള്ളതുകൊണ്ടും കേന്ദ്ര നടപടി പ്രകാരം പിരിച്ചുവിട്ടാൽ ജനരോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് അനുകൂലമായി ഒരു ജനവികാരം ഇടതുപക്ഷം ഉണ്ടാക്കിയെടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യുമെന്നതുകൊണ്ടും പിണറായി തൽക്കാലം സേഫാണ്. പക്ഷേ മൃഗീയ ഭൂരിപക്ഷത്തോടെ മൂന്നാമതും അധികാരത്തിൽ വരുന്ന നരേന്ദ്രമോദിയിൽ നിന്ന് ഈ ദയാദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ട. പറഞ്ഞു വന്നത് SFI നേതാവ് ആർഷോയ്ക്ക് പോലും അപമാനിക്കാൻ കഴിയുന്ന, സംസ്ഥാനം വിചാരിച്ചാൽ മാറ്റാനോ നിയന്ത്രിക്കാനോ കഴിയുന്ന ഒരു പാവയാണോ ഭരണഘടനാപരമായി ഗവർണറുടെ സ്ഥാനം? അല്ലെന്നതാണ് വസ്തുത. രാഷ്ട്രപതിക്ക് മേൽ കേന്ദ്ര സർക്കാരിനുള്ള നിയന്ത്രണ അധികാരത്തിന് സമാനമായുള്ള അധികാരം ഗവർണർക്ക് മേൽ സംസ്ഥാന സർക്കാരിനുണ്ടെന്നാണ് ശിവൻകുട്ടിയെപ്പോലെ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചുകൂവുന്നത്. അല്ല എന്നുള്ളത് ഭരണഘടനാ പ്രകാരം തന്നെ വ്യക്തമാക്കി തരാം. കേന്ദ്ര മന്ത്രിസഭയെപ്പറ്റി ഭരണഘടനയിൽ പറയുന്നത് ആർട്ടിക്കിൾ 74 രാഷ്ട്രപതിയെ തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ സഹായിക്കാനും ഉപദേശിക്കാനുമായി കേന്ദ്രതലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. രാഷ്ട്രപതിയാകട്ടെ മേപ്പടി ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി തന്നെ പ്രവർത്തിക്കുകയും വേണം. അതേസമയം സംസ്ഥാന മന്ത്രിസഭയെപ്പറ്റി പറയുന്ന ഭരണഘടനയുടെ 163 അനുച്ഛേദത്തിലെ വാചകങ്ങൾക്ക് ഇതിൽ നിന്നും വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നോക്കിയാൽ ആർട്ടിക്കിൾ 163(1) പ്രകാരം സംസ്ഥാന ഗവർണറെ ഭരണഘടന പ്രകാരം അദ്ദേഹം നിർവഹിക്കാൻ ബാധ്യതയുള്ള കടമകളോ തൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് തീരുമാനമെടുക്കാവുന്ന കാര്യങ്ങളോ അല്ലാതുള്ള ചുമതലകളിൽ മാത്രം സഹായിക്കാനും ഉപദേശിക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വേണം എന്നാണ്. വ്യത്യാസം മനസ്സിലായോ? രാഷ്ട്രപതിയെ എല്ലാ കാര്യത്തിലും കേന്ദ്ര മന്ത്രിസഭ ഉപദേശിക്കണം. ഏത് കാര്യത്തിലും ആ ഉപദേശം രാഷ്ട്രപതി അനുസരിക്കുകയും വേണം. അത് ഭരണഘടന പ്രകാരമാണ്. കേന്ദ്ര സർക്കാരിന് രാഷ്ട്രപതിക്ക് ഉപദേശം കൊടുക്കാൻ അധികാരമില്ലാത്ത ഒരു വിഷയവുമില്ല. രാഷ്ട്രപതിക്കാകട്ടെ മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസൃതമായിട്ടല്ലാതെ ഒരു കാര്യത്തിലും പ്രവർത്തിക്കുക സാധ്യവുമല്ല. നേരെ മറിച്ച് സംസ്ഥാന മന്ത്രിസഭയ്ക്ക് എല്ലാ വിഷയത്തിലും ഗവർണറെ ഉപദേശിക്കാൻ അധികാരമില്ല. ഭരണഘടനാപരമായ ചുമതലകളിലോ വിവേചനാധികാരമുള്ള വിഷയങ്ങളിലോ ഗവർണർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാം. അതല്ലാതുള്ള വിഷയങ്ങളിൽ മാത്രമേ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് ഗവർണറെ ഉപദേശിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അതിൽ പോലും ആ ഉപദേശത്തിന് അനുസൃതമായി തന്നെ നിർബന്ധമായും പ്രവർത്തിച്ചു കൊള്ളണമെന്ന് ഗവർണർക്ക് മേൽ ഭരണഘടനാപരമായ ഒരു ബാധ്യതയുമില്ല. അദ്ദേഹത്തിന് ആ ഉപദേശങ്ങൾ തിരസ്കരിക്കാനും അവകാശമുണ്ട്. ആ സ്വാതന്ത്ര്യം ഗവർണർക്ക് ഭരണഘടന തന്നെ അനുവദിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഭരണഘടനയിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കിയാൽ പോലും ആർക്കും മനസ്സിലാകുന്ന വ്യത്യാസമാണിത്. അതിന് പോലും മെനക്കെടാത്ത പണ്ഡിതന്മാരാണ് യുക്തിരഹിതമായ താരതമ്യങ്ങളുമായി ഗവർണറെ രാഷ്ട്രപതിയുമായി
തുല്യപ്പെടുത്തി ചട്ടം പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഭരണഘടനയിലുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. രാഷ്ട്രപതിയെ ആരും നിയമിക്കുകയല്ല. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സംസ്ഥാന നിയമസഭകളും കൂടുന്ന ഇലക്ട്രൽ കോളേജ് വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ ഗവർണറെ ആരും വോട്ടിങ്ങിലൂടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്നതല്ല. രാഷ്ട്രപതി, അതായത് പ്രായോഗിക അർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കുകയാണ്. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണെന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 56 വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ ഗവർണറുടെ കാലാവധിയെ സംബന്ധിച്ച് പോലും ഭരണഘടനയിൽ യാതൊരു വ്യക്തതയുമില്ല. ദ ഗവർണർ ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് എന്നാണ് ആർട്ടിക്കിൾ 156 പറയുന്നത്. 156(3) പ്രകാരം 5 വർഷത്തെ കാലാവധിയെപ്പറ്റി പറയുന്നുണ്ടെങ്കിലും അത് 156 1, 2 വ്യവസ്ഥകൾക്ക് വിധേയമായേ നിലനിൽക്കൂ എന്ന് അതേ വകുപ്പ് തന്നെ പറയുന്നു. മാത്രമല്ല, സമയപരിധി കഴിഞ്ഞാലും പുതിയ ആൾ ചുമതലയെടുക്കും വരെ അതെത്ര കാലമായാലും ഗവർണർക്ക് പദവിയിൽ തുടരാമെന്ന് 156(4) വ്യവസ്ഥയും ചെയ്തിരിക്കുന്നു. അതായത് കേന്ദ്ര സർക്കാരിന് ഇഷ്ടമുള്ളത്ര കാലം ഒരാളെ ഗവർണറായി നിലനിർത്താം. കാലാവധി തീരും മുമ്പ് രാഷ്ട്രപതിയെ പുറത്താക്കാൻ ഇംപീച്ച്മെൻറ്റ് എന്നൊരു നടപടിക്രമം ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ചുമതലയിലുള്ള ഒരു ഗവർണറെ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള ഒരു വകുപ്പും ഭരണഘടനയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അത് പൂർണ്ണമായും കേന്ദ്ര തീരുമാനം മാത്രമാണ്. ഗവർണറെ പുറത്താക്കാനും സ്ഥലം മാറ്റാനും കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരം. അതായത് ഗവർണറെ നിയമിക്കുന്നതും നിലനിർത്തുന്നതും സ്ഥലം മാറ്റുന്നതും അധിക ചുമതല കൊടുക്കുന്നതും പുറത്താക്കുന്നതും ഒക്കെ കേന്ദ്ര സർക്കാർ മാത്രമാണ്. എല്ലാ അർത്ഥത്തിലും സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനം തകരാതെ നിലനിൽക്കുന്നു എന്നുറപ്പാക്കാൻ കേന്ദ്രം ചുമതലപ്പെടുത്തിയിട്ടുള്ള നിരീക്ഷകനും അധികാരിയുമാണ് ഗവർണർ. അതുകൊണ്ടാണ് മുൻ പ്രസിഡന്റും അതിനു മുമ്പ് ഗവർണറുമായിരുന്ന വി ഗിരി ഗവർണർ ഈസ് ആൻ അംബാസഡർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് അറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞത്. ആ ഗവർണറെ പറ്റിയാണ് ഇവർ എന്തോ കുറ്റം പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻ്റ് എന്ന് ആക്ഷേപമായി പറയുന്നത്. ഗവർണർ എന്ന പദവിയെ ആ താൽപ്പര്യത്തിൽ തന്നെയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലോ ഏറ്റുപറച്ചിലോ കുറ്റസമ്മതമോ ഒന്നുമല്ല. അത് ഭരണഘടനയുടെ വീക്ഷണം തന്നെയാണ്. ക്യാഡ് എന്ന് വിളിക്കുന്നൊരു രേഖയുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയ സഭയുടെ 1946 ഡിസംബർ 9 മുതൽ 1950 ജനുവരി 24 വരെയുള്ള 165 ദിവസങ്ങളിലെ നടപടികളും അവിടെ നടന്ന സംവാദങ്ങളും ക്രോഡീകരിച്ച ഒരു രേഖയാണത്. നമ്മുടെ ഭരണഘടനയിലെ ഓരോ ആർട്ടിക്കിളുകളും അവയിലെ ഓരോ സബ് ക്ലോസുകളും സുദീർഘമായ ചർച്ചകളിലൂടെയും തർക്കങ്ങളിലൂടെയും ആണവർ ശരിവെക്കുകയോ തള്ളിക്കളയോ ചെയ്തത്. അതിൻ്റെ ക്രോഡീകരിച്ച രേഖയാണ് ഈ ക്യാഡ്. മഹാമേരുക്കളായ ആ മഹാമനീഷികളിലൂടെ മഹത്തായ സംവാദങ്ങളിലൂടെ ഉണ്ടായ ഉൽപ്പന്നമാണ് നമ്മുടെ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും നീണ്ടതും വലുതുമായ ഭരണഘടനയാണ് ഭാരതത്തിൻ്റേത്. ഏറ്റവും നല്ല ഭരണഘടനയും ഭാരതത്തിൻ്റെയാണ്. ആ ഭരണഘടനയുടെ ശരിയായ സത്തയെ മനസ്സിലാക്കാൻ ഓരോ ആർട്ടിക്കിളിന് പിന്നിലുള്ള ഉദ്ദേശവും ലക്ഷ്യവും വ്യക്തമാക്കുന്ന സംവാദങ്ങളാണ് ക്യാഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ ഭരണഘടനയുടെ ബെയറാക്റ്റും പ്രിയാമ്പിളും മാത്രം നമ്മൾ വായിച്ചാൽ പോരാ. 12 വോള്യങ്ങളുള്ള ഗ്രന്ഥസമുച്ചയമായാണ് ക്യാഡ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ ക്യാഡിൽ ഗവർണറെ സംബന്ധിക്കുന്ന വകുപ്പുകളെ പറ്റിയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കണം. വോളിയം 8 പേജ് 400 മുതൽ 600 വരെയുള്ള ഭാഗങ്ങളിലാണ് ഗവർണറെ സംബന്ധിച്ച വിവരങ്ങൾ വരുന്നത്. വോളിയം 8 പേജ് 454 ജവഹർലാൽ നെഹ്റു ഇപ്രകാരം പറഞ്ഞതായി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേന്ദ്രത്തെ അതിൻ്റെ യൂണിറ്റുകൾ അഥവാ ഘടകങ്ങളായ സംസ്ഥാനങ്ങളോട് സമ്പർക്കത്തിൽ നിലനിർത്തുകയും അവയിൽ വന്നേക്കാവുന്ന വിഭജനവാദ സാധ്യതകളെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നതുകൊണ്ട് ഞാൻ കേന്ദ്രം നിയമിക്കുന്ന ഗവർണർ എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നുവെന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഓരോ സംസ്ഥാനത്തും കേന്ദ്ര നിയുക്തനായ ഒരു ഗവർണർ എന്ന വാദത്തിൻ്റെ ഏറ്റവും ശക്തരായ അഭിഭാഷകരിൽ ഒരാളായിരുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ ആഘോഷിക്കുന്ന ജവഹർലാൽ നെഹ്റു. വോളിയം 8 പേജ് 502 എന്തുകൊണ്ട് ഗവർണർക്ക് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി സംസ്ഥാനം പാസാക്കുന്ന നിയമങ്ങളെപ്പോലും അംഗീകാരം നൽകാതെ റിസർവ് ചെയ്ത് വെക്കാം എന്ന ചോദ്യത്തിന് ഉത്തരമായി BR അംബേദ്കർ പറയുന്നത് ഇപ്രകാരമാണ്. കാരണം സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് കീഴിലായി പ്രവർത്തിക്കേണ്ടതാണ്. അവരങ്ങനെ തന്നെ ചെയ്യുന്നു എന്നുറപ്പിക്കാനും ഓർമ്മിപ്പിക്കാനും ഗവർണർക്ക് റിസർവിംഗ് എന്ന ഉപാധി ഉപയോഗിക്കാം. അതുവഴി സംസ്ഥാനത്തിൻ്റെ നടപടിയിൽ തെറ്റില്ലെന്നും അത് ഭരണഘടനയ്ക്ക് വിധേയമാണെന്നും കേന്ദ്ര സർക്കാരിന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുക എന്ന ചട്ടത്തിന് അനുസൃതമാണെന്നും പരിശോധിച്ചുറപ്പിക്കാൻ രാഷ്ട്രപതിക്ക് അവസരം നൽകാനാണ് ഗവർണർ പദവി എന്നാണ് അംബേദ്കർ പറയുന്നത്. ഭരണഘടനയുടെ ദർശനമാണ് ഈ പറയുന്നത്. ഇനി അങ്ങോട്ട് പോയാൽ ആർട്ടിക്കിൾ 356 പ്രകാരം സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടാൻ ഗവർണർക്ക് എന്തുകൊണ്ട് അധികാരം നൽകുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണുള്ളത്. അത് നരേന്ദ്രമോദി സർക്കാരിന് താല്പര്യമല്ലാത്തതുകൊണ്ടും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാരിനും അവരുടെ കുട്ടിക്കുരങ്ങ് സംഘത്തിനും തട്ടിക്കളിക്കാനുള്ള പാവയല്ല ഗവർണർ എന്ന് ഓർമ്മിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും മാത്രമാണ്. ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ട തത്വം ഇതാണ്: ഇന്ത്യ ഒരു ഫെഡറേഷനായല്ല,
യൂണിയനായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഭരണഘടനയുടെ ആദ്യ അനുച്ഛേദമായ ആർട്ടിക്കിൾ 1 തന്നെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നല്ല, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. യൂണിയനും ഫെഡറേഷനും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഓരോ സംസ്ഥാനത്തും ഓരോ ഗവർണർമാരുള്ളത്. ആ ജോലിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ പ്രവർത്തനം തുടരും. ആരിഫ് മുഹമ്മദ് ഖാൻ തീർച്ചയായും മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് രാജീവ് ഗാന്ധിയോട് പോലും കലഹിച്ച ആളാണ്. ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദിയോട് കലഹിച്ച് ഗുജറാത്തിൽ ക്യാമ്പ് ചെയ്ത് മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തി അദ്ദേഹത്തോട് മത്സരിച്ച ആൾ പോലുമാണ്. പക്ഷേ അദ്ദേഹത്തിനോട് വൈരനിര്യാതന ബുദ്ധി കാട്ടാതെ ഗവർണർ പദവി നൽകി ആദരിച്ച നരേന്ദ്രമോദി എന്താണോ കേരളത്തെക്കുറിച്ച് മനസ്സിൽ കാണുന്നത് അത് സാധിച്ചു കൊടുക്കേണ്ട ബാധ്യത ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർക്കുണ്ട്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നരേന്ദ്രമോദിയുടെ ദയ മാത്രമാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ സ്ഥാനം.